ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും ആനന്ദവുമൊക്കെ എങ്ങനെ പ്രകടമാക്കാം എന്നതിനെ കുറിച്ച് ധാരാളം പഠനങ്ങൾ നടന്നിട്ടുണ്ട്. റിലേഷൻഷിപ്പ് സൈക്കോളജിസ്റ്റായ ജോൺ ഗോട്ട്മാൻ അദ്ദേഹത്തിന്റെ ദീർഘകാല പഠനത്തിൽ ദമ്പതികളെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ദീർഘകാല പഠനത്തിൽ സന്തോഷവും ആനന്ദവും എങ്ങനെ പ്രകടമാക്കാം എന്നതിനെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. ഹാർഡ്വേർഡ് സ്റ്റഡി ഓഫ് അഡൽട്ട് ഡെവലപ്മെന്റിലും മെന്റൽ ഹെൽത്ത് സ്റ്റഡി റിപ്പോർട്ടിലും ഇതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. നാഷണൽ സ്റ്റഡി ഓഫ് മെന്റൽ ഹെൽത്ത് റിപ്പോർട്ടുമെല്ലാം ദാമ്പത്യ ജീവിതത്തെ എങ്ങനെ സന്തോഷകരമാക്കാം എന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ ജമീല, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് നിങ്ങളുടെ ഭർത്താവ് സന്തോഷവാനാണോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം എന്നതിനെ കുറിച്ചാണ്. 1. നിങ്ങളുടെ ഭർത്താവ് ജോലി കഴിഞ്ഞു വന്നാൽ നിങ്ങളോടും കുട്ടികളോടും ഒന്നിച്ച് സന്തോഷത്തോടുകൂടി സംസാരിക്കുകയും ചിരിക്കുകയും കളിക്കുകയും തമാശ പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ടോ? കുട്ടികളോടൊന്നിച്ച് കളിക്കുകയും ഭക്ഷണകാര്യത്തെക്കുറിച്ച് സംസാരിക്കുകയും നിങ്ങളോട് അന്നത്തെ കാര്യങ്ങളെക്കുറിച്ച് വിശേഷങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നുണ്ടോ? എങ്കിൽ നിങ്ങളുടെ ഭർത്താവ് സന്തോഷവാനാണ്. 2. നിങ്ങളുടെ ഭർത്താവിന്റെ ബോഡി ലാംഗ്വേജ്, റിലാക്സ്ഡ് പോസ്റ്റർ, സ്നേഹം പ്രകടമാകുന്ന രീതിയിലുള്ള, സ്നേഹത്തെ സൂചിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ചെറു പുഞ്ചിരി, ചെറു ടച്ച്, അപ്രതീക്ഷിതമായുണ്ടാവുന്ന ഒരു ചുംബനം, കെട്ടിപ്പിടുത്തം, ഇതൊക്കെയുണ്ടോ? എങ്കിൽ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവാനാണ് എന്ന് പറയാം. 3. നിങ്ങളുടെ ഭർത്താവ് ജോലി കഴിഞ്ഞെത്തിയാൽ അവിടുത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങളുമായി ഷെയർ ചെയ്യാറുണ്ടോ? കുട്ടികളുടെ സ്കൂളിലെ വിശേഷങ്ങൾ ഒക്കെ നിങ്ങളോട് ചോദിച്ചറിയാറുണ്ടോ? നിങ്ങളുടെ ജോലി സ്ഥലത്തെ കാര്യങ്ങളും അന്നത്തെ വിശേഷങ്ങളെ കുറിച്ച് ഭർത്താവ് ചോദിക്കാറുണ്ടോ? ഇതൊക്കെ സന്തോഷകരമായിട്ടുള്ള നിങ്ങളുടെ ഭർത്താവിന്റെ ഗുണങ്ങളാണ്. 4. ഹോബീസും യാത്രകളും. ഒഴിവു ദിവസങ്ങളിൽ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ ഹോബീസിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ ഹോബീസിനെ കുറിച്ചും സംസാരിക്കാറുണ്ടോ? അങ്ങനെ ചെയ്യാറുണ്ടോ? ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാറുണ്ടോ? ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലേക്ക് നിങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യാറുണ്ടോ? എങ്കിൽ നിങ്ങളുടെ ഭർത്താവ് ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവാനാണ് എന്ന് മനസ്സിലാക്കാം. 5. കമ്മ്യൂണിക്കേഷൻ. പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ അത് തുറന്ന് സംസാരിക്കുവാനും അതിന് പരിഹാരം കാണുവാനും നിങ്ങളുടെ ഭർത്താവ് ശ്രമിക്കാറുണ്ടോ? പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിങ്ങളെ അദ്ദേഹം സഹായിക്കാറുണ്ടോ? നിങ്ങളുടെ വിഷമങ്ങളും പ്രശ്നങ്ങളെ കുറിച്ച് അദ്ദേഹം ചോദിച്ച് മനസ്സിലാക്കാറുണ്ടോ? എങ്കിൽ ദാമ്പത്യ ജീവിതത്തിൽ നിങ്ങളുടെ ഭർത്താവ് വളരെയധികം സന്തോഷവാനായിരിക്കും. കമ്മിറ്റ്മെന്റും റെസ്പോൺസിബിലിറ്റിയും. നല്ല കമ്മിറ്റ്മെന്റും റെസ്പോൺസിബിലിറ്റിയും, അതായത് ഉത്തരവാദിത്തവും അർപ്പണബോധവും ഒക്കെയുള്ള ആളാണോ നിങ്ങളുടെ ഭർത്താവ്? വീട്ടുജോലികളിൽ നിങ്ങളെ സഹായിക്കാറുണ്ടോ? കുട്ടികളുടെ കാര്യങ്ങളിൽ, പഠന കാര്യങ്ങളിൽ അദ്ദേഹം ശ്രദ്ധിക്കാറുണ്ടോ? അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ഭർത്താവ് ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷമുള്ള ഒരു വ്യക്തിയായിരിക്കും. 7. നിങ്ങളുടെ ഭർത്താവ് എപ്പോഴും നിങ്ങളുടെ അടുത്ത് തന്നെ സുഖം കണ്ടെത്തുന്ന ആളാണെങ്കിൽ, ഉദാഹരണമായിട്ട് ഒരുമിച്ച് TV കാണുക, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക, ഒരുമിച്ച് എപ്പോഴും യാത്രകൾ പോവുക, ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭർത്താവ് ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷമുള്ള ഒരു വ്യക്തിയായിരിക്കും. സത്യസന്ധമായ സംസാരം. നിങ്ങളുടെ ഭർത്താവിന്റെ സംസാര രീതികൾ സത്യസന്ധമാണോ? ജീവിതത്തോടുള്ള അദ്ദേഹത്തിന്റെ സമീപനം, പ്രതിസന്ധികളെ നേരിടുന്നതിനുള്ള രീതി, ഇതൊക്കെ എങ്ങനെയാണ്? അതൊക്കെ ശരിയായ രീതിയിലാണോ നടക്കുന്നത്? പ്രതിസന്ധികളെ നേരിടാനുള്ള കഴിവും പ്രത്യാശയോടുകൂടിയുള്ള ജീവിതത്തോടുള്ള സമീപനവും സംസാരവും പ്രവൃത്തിയുമൊക്കെ നിങ്ങളുടെ ഭർത്താവിന്റെ സന്തോഷത്തെ സൂചിപ്പിക്കുന്നതാണ്. ഏത് ജോലി തിരക്കിനിടയിലും കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാൻ നിങ്ങളുടെ ഭർത്താവ് താല്പര്യപ്പെടുന്നുണ്ടോ? നിങ്ങളുടെ കുടുംബത്തിൽ സഹായിക്കുന്നുണ്ടോ? കുടുംബത്തിലെ ഉത്തരവാദിത്തങ്ങളിൽ പ്രത്യേക ശ്രദ്ധ കൊടുക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങളുടെ ഭർത്താവ് ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവാനാണ് എന്ന് പറയാം. ദാമ്പത്യ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അടിത്തറ എന്ന് പറയുന്നത് സത്യസന്ധമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ്, അവരുടെ സംസാര രീതിയാണ്.
ഇതൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ദാമ്പത്യ ജീവിതം സന്തോഷകരമായിരിക്കും. നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ വളരെയധികം സന്തോഷിക്കുന്നവനായിരിക്കും. ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ടേക്ക് കെയർ.